ഇന്നൊരു ഇൻവെസ്റ്റിഗേഷൻ റെഡിലാണ്. നഗരത്തിലെ പ്രശസ്തമായ ഒരു കെമിക്കൽ ലാബിനുള്ളിൽ ഒരു കൊലപാതകം നടന്നു. കൊല ചെയ്യപ്പെട്ടത് ആ ലാബിന്റെ ഉടമസ്ഥനായ ശാസ്ത്രജ്ഞനായ കെമിസ്റ്റായിട്ടുള്ള ജോൺ എന്ന പേരുള്ള ഒരാളാണ്. പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണമൊക്കെ നടത്തി അവിടെ അരിച്ചു പറക്കി പരിശോധിച്ചു. ഒടുവിൽ ഈ മരിച്ചു കിടക്കുന്ന സയന്റിസ്റ്റിന്റെ കൈക്കുള്ളില് ഒരു പേപ്പർ ചുരുട്ടി പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. പോലീസുകാർ ഈ പേപ്പർ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ കുറച്ച് കെമിക്കൽ നൈമുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാർബൺ, ഓക്സിജൻ, നിക്കൽ, ലന്താനം, സൾഫർ എന്നിങ്ങനെയുള്ള 5 ഈ കെമിക്കലുകളുടെ പേരുകളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പോലീസ് അവിടെ ആരെല്ലാം വന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മേരി അദ്ദേഹത്തിനെ കാണാൻ ലാബിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കസിനായ നിക്കോളസ് അദ്ദേഹത്തിനെ കാണാൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ബെഞ്ചമിൻ എന്ന പേരുള്ള മറ്റൊരാളും അവിടെ വന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൽ ഒരാളെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തു. ആരാണ് പ്രതി? പോലീസ് എങ്ങനെയാണ് പ്രതിയെ പിടിച്ചത് എന്നാണ് ചോദ്യം. പ്രതി ഇദ്ദേഹത്തിന്റെ കസിനായ നിക്കോളസ് ആയിരുന്നു. അതെങ്ങനെയാണ് പോലീസ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന്റെ കൈക്കുള്ളിൽ ചുരുട്ടി പിടിച്ചിരുന്ന പേപ്പറിലെ ഈ കെമിക്കലുകളുടെ ഷോർട്ട് ഫോമുകൾ കണ്ടെത്തി ആ ഷോർട്ട് ഫോമുകൾ ചേർത്ത് വെച്ചിട്ടാണ് നിക്കോളസ് എന്ന് പറയുന്ന ആളാണ് പ്രതി എന്ന് കണ്ടുപിടിച്ചത്. നിക്കലിന്റെ NIയും കാർബണിന്റെ Cയും ഓക്സിജന്റെ Oയും ലന്താനത്തിന്റെ LAയും സൾഫറിന്റെ Sഉം അവര് ആ ഷോർട്ട് ഫോം അക്ഷരങ്ങളെ കണ്ടെത്തി ആ അക്ഷരങ്ങൾ പലതരത്തില് അടുക്കി നോക്കിയാണ് നിക്കോളാസ് എന്ന പേര് കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത്. ഒടുവിൽ അയാള് ഇദ്ദേഹത്തെ വിഷം കൊടുത്താണ് കൊന്നതെന്ന് സമ്മതിക്കുകയും ചെയ്തു.